ഇത് ഓപ്പറേഷൻ பண்ணவே இல்ல அப்படியே உள்ள போயிடுச்சு. കണ്ണ് കാണാത്തതിൻ്റെ പേരിൽ സ്വന്തം മക്കളും ഭാര്യയൊക്കെ ഉപേക്ഷിച്ചിട്ടുള്ള കുറച്ച് മനുഷ്യരാണ് ഈ ഒരു ട്രസ്റ്റിലുള്ളത്. ഇതിൽ ഒരു ആയുഷ്കാലം മുഴുവൻ കുടുംബത്തിന് വേണ്ടി ഗൾഫിൽ കഷ്ടപ്പെട്ടവരും എന്തിന് സർക്കാർ ജോലി ഉണ്ടായിരുന്നവർ പോലുമുണ്ട്. നിങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടാവും എൻ്റെ ഇരിക്കുന്ന ഈ രണ്ട് കെട്ടുകൾ. ഞാനിപ്പം റമദാൻ മാസം ആയതുകൊണ്ട് നമ്മളൊരു പള്ളി നിസ്കരിക്കാൻ കയറിയതാണ്. ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പം തേനിയിൽ ഒരു പള്ളിയിലായിട്ടാണ് കയറിയത്. പക്ഷേ ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായ വിഷമം ഉണ്ടായി. കാരണം ഇതൊരു പള്ളി മാത്രമല്ല, ഇതൊരു ട്രസ്റ്റ് കൂടിയാണ്. ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിലാണെങ്കിലും മറ്റ് സംസ്ഥാനത്താണെങ്കിലും ഒരുപാട് ട്രസ്റ്റുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ട്രസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മക്കൾ ഉപേക്ഷിച്ച വൃദ്ധരായ മാതാപിതാക്കളെ താമസിപ്പിക്കുന്ന ഒരു ട്രസ്റ്റ് കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നമുക്ക് എല്ലാ ട്രസ്റ്റുകളും അങ്ങനെ തന്നെ അല്ലേന്ന്. പക്ഷേ ഒരിക്കലും നമ്മുടെ ഈ ഒരു ട്രസ്റ്റ് അങ്ങനെയല്ല. ഈ ഒരു ട്രസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ണ് കാണാത്തതിൻ്റെ പേരിൽ സ്വന്തം മക്കളും ഭാര്യയൊക്കെ ഉപേക്ഷിച്ചിട്ടുള്ള കുറച്ച് മനുഷ്യരാണ് ഈ ഒരു ട്രസ്റ്റിലുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. ശരിക്കും ഇനി കാണാൻ പോകുന്ന കാഴ്ച നിങ്ങളുടെ കണ്ണ് നനയിച്ചിരിക്കും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ പുറയിൽ കാണുന്ന 15ഓളം മനുഷ്യരാണ് ആ കണ്ണ് നഷ്ടപ്പെട്ടവർ. ഇതിൽ ഒരു ആയുഷ്കാലം മുഴുവൻ കുടുംബത്തിന് വേണ്ടി ഗൾഫിൽ കഷ്ടപ്പെട്ടവരും എന്തിന് സർക്കാർ ജോലി ഉണ്ടായിരുന്നവർ പോലുമുണ്ട്. അവരുടെയൊക്കെ കണ്ണുകൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ സ്വന്തം വീട്ടിലുള്ളവരാണെങ്കിലും ഇനി അതല്ല അവരുടെ മക്കളാണെങ്കിലും കുടുംബക്കാരെല്ലാം ഉപേക്ഷിച്ചതിന് ആ ഒരു അടിസ്ഥാനത്തിലാണ് അവരിപ്പം ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇവരുടെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ സാമ്പത്തികം എങ്ങനെയാണ് ഇതിൻ്റെ? സാമ്പത്തികം കൂട്ടുകാരും മറ്റുള്ളവരൊക്കെ സഹായിക്കുന്നുണ്ട്, ചെറുതായി സഹായിക്കുന്നുണ്ട്, നമ്മുടെ കുടുംബം സഹായിക്കുന്നുണ്ട്. കൂടാതെ ഇപ്പം നമ്മൾ നിവൃത്തിയില്ലാത്തപ്പോൾ തയ്യാറ് വന്നപ്പോൾ പുറത്ത് ഇറങ്ങി കളക്ഷൻ പോകുന്നുണ്ട്, പോകാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും പറയാൻ വേറെ ഒന്നുമല്ല, ഇങ്ങനെയുള്ള ആളുകൾ സഹായിക്കാൻ നിങ്ങൾക്ക് വേണ്ടി അവർ കാര്യമായിട്ട് പ്രാർത്ഥിക്കും. 5 നേരം പള്ളി തന്നെ ഉണ്ട്, അവർ പുറത്ത് എങ്ങും പോകുന്നില്ല, പള്ളി തന്നെ നിസ്കരിക്കാം, ഇവിടെ തന്നെ ഇരിക്കുക, എങ്ങും പോകുന്നില്ല. 5 നേരം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുള്ളത് തന്നെ വേണ്ട. ഇതുപോലുള്ള മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. കണ്ണ് കാണാത്തതേ ഇല്ല. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് കണ്ണുള്ളവർക്ക് ഒരിക്കലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവത്തില്ല. ഒരു നേരമെങ്കിലും നമ്മൾ കണ്ണടച്ചിട്ടൊന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. അപ്പം അണ്ണാ എങ്ങനെയാ ഇവിടെ വന്നത്? திருவண்ணாமலை எப்படி இங்க எத்திப்பட்டது? இங்க ஃப்ரெண்டு மூலயமா வந்தேங்க. ஃப்ரெண்டு மூலயமா. கண்ணு எப்படி போச்சு? கண்ணு இடையில போனது, ஜுரம் அடிச்சு அம்மா வாத்து பெரியம்மா வாத்து கண்ணுல பூ பட்டுருச்சு. 3 ஆபரேஷன் இதுல பண்ணியிருக்காங்க. அப்ப கூட தெரியல, சுத்தமா அப்படியே உள்ள போயிடுச்சு. இது ஆபரேஷன் பண்ணவே இல்லை, அப்படியே உள்ள போயிடுச்சு. രണ്ടും ഉള്ള പോയിടുച്ചല്ലേ? അപ്പം സുത്തമാ தெரியாது. சுத்தமா தெரியாது. തീർച്ചയായിട്ടും ഇപ്പം നൊയമ്പ് മാസം ആയതുകൊണ്ട് ഇത് കൂടുതൽ ചിലവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ നൊയമ്പിന് മുമ്പ് എടുക്കുന്നതിന് മുമ്പ് ആഹാരം കഴിക്കണം, വൈകിട്ട് കഞ്ഞി, അതിനുശേഷമുള്ള ആഹാരം. അപ്പം ഇതിനൊക്കെ ഏകദേശം ഒരു ദിവസം ഒരു 7500ഓളം ചിലവ് വരുന്നുണ്ടല്ലേ ഇത്രയും പേർക്ക് തന്നെ. അപ്പം അതാണ് 30 ദിവസം ആകുമ്പോഴത്തേന് എത്ര ലക്ഷം രൂപയോളം വരും എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കണം. അതിന് പോലുള്ളൊരു നിവൃത്തി ഇപ്പോൾ ഇല്ല. പക്ഷെ എങ്കിൽ പോലും ഇത്രയധികം മനുഷ്യരെ കാത്തു സൂക്ഷിക്കാനുള്ള ഇവരുടെ മനസ്സിനെ നമ്മൾ കാണാതെ പോരുത്. ഏകദേശം ഒരു 2 ലക്ഷം രൂപയോളം ഒരു മാസം ചിലവുണ്ടല്ലേ. ഇവരെ നോക്കാൻ പ്രത്യേകം 2 പേരുണ്ട്, ഇവരുടെ കാര്യങ്ങളും ആശുപത്രി കൊണ്ടുപോകാനൊക്കെ. അപ്പം ഒരുപാട് ചിലവ് വരുന്നൊരു കാര്യമാണ്. ഇത് മാത്രമല്ല, ഇപ്പം 20ഓളം പേരുണ്ടെന്ന് പറയുന്നു. അവരെ താമസിക്കാനുള്ള സ്ഥലം പോലും ഇല്ല. അതുകൊണ്ട് തന്നെ പല ഭാഗത്തേക്ക് എക്സ്റ്റെൻഡ്